Hi. Today we are discussing something very important. ഇംഗ്ലീഷിൽ പറയണം മലയാളത്തിൽ പറയണം മറ്റേ സിനിമയിലെ ഒരു ഡയലോഗില്ലേ? സോ കമൻറ്റ് ബിലോ അത് ഏത് സിനിമയാണെന്ന് എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല. മലയാളത്തിൽ പറയും. സോ അല്ലെങ്കിൽ വേണ്ട ഇംഗ്ലീഷിൽ പറയാം. ഇംഗ്ലീഷും മലയാളം കൂടെ കൂട്ടി പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാർ നാട്ടുകാർ വീട്ടുകാരില്ല ചോദിക്കുന്നതാണ്, ഹൗ യു മാനേജ് ദ ടൈം. ഞാൻ മിസ്സസ് വേൾഡിൽ പോയപ്പോൾ അവിടെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാനിപ്പം റീസെൻ്റായിട്ട് ജോബ് ഇൻ്റർവ്യൂസ് നടക്കുമ്പോഴും അവർ ഹോബീസൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പം ചോദിക്കും, സോ ഹൗ യു മാനേജ് യുവർ ടൈം. I think managing time is an art. So I'm an artist. So I invent creative ideas in this pursuit. What creative ideas? അതായത് മീൽ പ്രപ്പാണ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. 3 o'clock എഴുന്നേച്ചിട്ട് വീണ്ടും മീൽ പ്രപ്പ് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് ഐ ഹാവ് സോളിഡ് റീസൺസ്. ബിക്കോസ് നമ്മൾ ദേഹം വിയർത്ത് അങ്ങനെയൊന്നും പണി ചെയ്യുന്ന ആളല്ലല്ലോ. ലൈക്ക് ഐ ആം കൺസേർവിങ് മൈ എനർജി, നമ്മൾ നമ്മുടെ മടിയെ എംബ്രേസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നേക്കാളും ഞാൻ റീസെൻ്റ് ആയിട്ടാണ് മീൽ പ്രപ്പ് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. കാരണം വിച്ച് സപ്പോർട്ട്സ് മീ. പിന്നെ ഒരു കാര്യവും നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക. ഇത് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആവും ഗൈസ്. അതായത് ദിവസം മൊത്തം ഫുഡിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഞാൻ, നല്ല രീതിയിൽ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ് കഴിക്കുന്ന ഞാൻ, പക്ഷേ ആരെങ്കിലും കുറേ നാളത്തിന് ശേഷം കാണുമ്പം അയ്യോ ഇതെന്താ ഇങ്ങനത്തെ ഒരു കോലം, കഞ്ഞി കുടിക്കാനില്ലേ വീട്ടിൽ എന്ന് പറയുന്ന ലുക്കാണ് എനിക്ക്. ഏത് ദിവസം മൊത്തം ഫുഡി ആയിട്ടുള്ള എൻ്റെ അടുത്ത് കഞ്ഞി കുടിക്കാനില്ല. സോ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട കേസ്. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആക്ച്വലി എനിക്കൊരു 65 kg ഒക്കെ ഉണ്ടായിരുന്നു. ഐ എം ഓവർ വെയ്റ്റ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻസ് കൊണ്ടാണ് സ്ലിം ബ്യൂട്ടി ആയത്. ഇങ്ങനെ എല്ലൊക്കെ കാണുന്നത് ഈസ് പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടി. ചുമ്മാ അങ്ങനെയൊക്കെ അങ്ങ് അടിച്ചു വിടാം. എന്നിട്ട് നമുക്ക് പറയാം, ഇഫ് യു വാണ്ട് അവർ ദിസ് ഡയറ്റ് പ്ലാൻ ഐ വിൽ ഗിവ് യു വിത്ത് സബ്സ്ക്രിപ്ഷൻ, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ പറയാൻ പറ്റും. ഇതൊക്കെ ഉണ്ടല്ലോ പ്രോ ടിപ്സാണ്. നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരാറുണ്ട്? ഇപ്പം നമ്മൾ 3 മണിക്ക് എഴുന്നേൽക്കുന്ന കാര്യം ഒന്ന് വിശകലനം ചെയ്യാം. ബിക്കോസ് സമയം വേണം ഗൈസ്. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് നമ്മുടെ ബ്യൂട്ടി ശ്രദ്ധിക്കണ്ടേ. കാരണം കയ്യിൽ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് തീർക്കണം. അങ്ങനെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെണ്ണുങ്ങളോട് ഗോസിപ്സ് പറയണ്ടേ. അപ്പോൾ ഇതിനൊക്കെ സമയം വേണമെങ്കിൽ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് രാവിലെ എഴുന്നേറ്റാൽ ധാരാളം സമയം കിട്ടും. ആൻഡ് ഓൾസോ നമുക്ക് മൈൻഡ് കുറച്ച്, നെർവസ് സിസ്റ്റം ഒക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. രാവിലെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട്
മ്യൂസിക്കൊക്കെ കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇപ്പോൾ സുംബ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സ്പോർട്സോ, ബോക്സിങ്ങോ, കളരിയോ, കരാട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഹോൾ ഡേയിലുള്ളൊരു പ്രിപ്പറേഷനാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഒത്തിരി വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ്? സോ മീൽ പ്രെപ്പാണ് ഞാൻ ചെയ്യുന്നത്. റീസെൻ്റായിട്ട് ഞാനത് ഓരോരോ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൽ പ്രെപ്പ് ഇപ്പം അതെല്ലാവർക്കും അറിയായിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാണെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ ഞാൻ എന്തൊക്കെയാണ് മീൽ പ്രെപ്പ് ചെയ്യുന്നത് അതൊക്കെ കാണിച്ചു തരാം. അത് നമുക്ക് ധാരാളം സമയം തരും. പിന്നെന്താ തരുന്നത്, പിന്നെ നമുക്ക് നമ്മുടെ മടിയെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മടിയെ എംബ്രേസ് ചെയ്യാൻ പഠിക്കണം ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് ആര് പറഞ്ഞു തരും? ബിക്കോസ് നമ്മൾ 90s കിഡ്സാണ്. പണ്ടത്തെ പോലെ പണിയെടുക്കാൻ പറ്റുമോ? ആരോട് പറയും, ആര് കേൾക്കാൻ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ അഡീഷണലായിട്ടൊരു ബോണസ് ടിപ്പ് കൂടെ ഞാൻ തരാം. നല്ല ബുക്കോ പത്രമൊക്കെ ഇരുന്ന് വായിച്ചോ ദിവസവും. ഞാനിപ്പോൾ അപ്പം ആൾക്കാർ വിവരം ഇല്ലെങ്കിലും വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുമല്ലോ. അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്. സീരിയസ്ലി മെയിൻ കണ്ടന്റ് ഓഫ് ദിസ് വീഡിയോ ഈസ് മീൽ പ്രെപ്പ്. മീൽ പ്രെപ്പ് വീട്ടമ്മമാരോടും വീട്ടച്ഛന്മാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മീൽ പ്രെപ്പ് ചെയ്യൂ. സേവ് യുവർ ടൈം, സേവ് യുവർ എനർജി, ആൻഡ് വി ക്യാൻ ഫോക്കസ് ഓൺ അതർ തിങ്സ്. ബിക്കോസ് നമുക്ക് ഹോൾ ഡേ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണം. അപ്പം മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചാൽ എനിക്ക് എൻ്റെ സ്നാക്ക് ബ്രേക്കുകളിൽ അത് മാത്രം എന്തെങ്കിലും റാഗി കുറുക്കിയതോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. ഹോൾ ഡേ അടുക്കളയിൽ കിടക്കുക, ഈ പാത്രം കഴുകുക, ക്ലീൻ ചെയ്യുക, വീണ്ടും കുക്ക് ചെയ്യുക, ഇതൊരു ലൂപ്പാണ്. പിന്നെ ഞാനങ്ങനെ ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് കൊണ്ട് ലൈക്ക് എൻ്റെ വൈറ്റൽസ് എല്ലാം ഭയങ്കര നല്ലതാണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇന്നലെ എന്തോ ഒരു കാർട്ടൂൺ ഞാൻ കണ്ടായിരുന്നു. അതായത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഫോട്ടോയിൽ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ നോക്കും. ഇപ്പം നമ്മുടെ എസ്റൈസ് എന്താ എസ്റൈലൊക്കെ എല്ലാം ഓക്കെ ആണോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ എന്തോ ഒരു, അങ്ങനെയല്ല, എന്തോ ഒരു ഫണ്ണി സാധനമുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൽ. അങ്ങനെ അപ്പം അതെല്ലാം ഓക്കെയാണ്. അതാണല്ലോ ഹെൽത്താണല്ലോ മുഖ്യം. അപ്പം ഹോൾ ഡേ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് വേറെ എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ലൈഫിൽ എന്തൊക്കെ ഗോൾസ്, ഡ്രീംസ് അച്ചീവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഡെയിലി ഹാബിറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്തായാലും ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എല്ലാത്തിനും സമയം വേണം. നേരത്തെ പറഞ്ഞ ഗോസിപ്പ്. അപ്പോൾ സോ നിങ്ങളത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുക. സേവിങ് ടൈം, എനർജി ഫോർ our improvement, all is a part of this self-love. Like this book, The Art of Self-Therapy by Nick Brenton. അതിലിതൊന്നും അല്ല കേട്ടോ പറയുന്നത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താ ഒരു കൺക്ലൂഷൻ ആയിട്ട് എന്താ പറയണ്ടേ? ടേക്ക് കെയർ യുവർ സെൽഫ്, ഈറ്റ് വെൽ, ടേക്ക് റെസ്റ്റ്, ഡു സംതിങ് ഇൻസ്പയറിങ്. ബിക്കോസ് നമ്മൾ നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടറാണ്. സോ നമ്മളെങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് എന്ന് അവരവർ നോക്കി ചെയ്യുക. ഇത് ഓൾസോ ഞാൻ പ്രീവിയസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹയർ സെൽഫ്,
അപ്പം അതിലേക്കൊക്കെ നോക്കാം. ആൻഡ് യു നോ വൺ തിങ്, ഇപ്പം ഈ ഒരു ലൈനോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ബിക്കോസ് വീഡിയോസ് കുറേ വലുതായിപ്പോയി. എന്തായിരുന്നു? ലെറ്റ് ലവ് കോൺക്വയർ അവർ ലൈഫ്. ലവ് ഈസ് വെരി മാജിക്കൽ. ലവ് യുവർ സെൽഫ് ആൻഡ് ദെൻ ലവ് ദ ഹോൾ വേൾഡ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പണ്ട് തൊട്ടേ എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരുടെയും വേദനകൾ അവസാനിക്കണം, എല്ലാവരും സന്തോഷം ആയിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഇങ്ങനെയാണ് പണ്ട് തൊട്ടേ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതുപോലെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഗ്രാറ്റിറ്റ്യൂഡ്. Another important thing is gratitude. Gratitude is immensely transform your life. If you want a transformation or if you seek for transformation, I will suggest gratitude. Practice gratitude. It will change everything. It will transform you. Definitely. 100%. Okay. അപ്പോൾ ഇത്രയും സാരോപദേശം നടത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ മീൽ പ്രിപ്പ് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതായത് അധികം പണിയില്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന വെജിറ്റേറിയൻ ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നോൺ വെജ് ഞാൻ ഡീൽ ചെയ്യുന്നില്ല. പക്ഷെ നല്ല പ്രോട്ടീൻ ഗുഡ് ആയിട്ടുള്ള ഡയറ്റാണ്. വണ്ണമൊക്കെ ഉള്ളവർക്ക് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്താൽ വണ്ണം കുറയാം. പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ശരി. In that note, I'm winding up this video. Bye. അത് യുനോ സർസു, ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തെ പിടിക്കില്ല. യുനോ എന്തൊക്കെ കഴിച്ചോട്ടെ അത് ഒന്നും എന്റെ ശരീരത്തെ പിടിക്കില്ല. ഞാൻ 0 സൈസ് അല്ലേ? 0 സൈസ്. ഇത് അതിനും താഴെയാ, -degree.